നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം നടത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. കാണാം ഇടുക്കി ജില്ലയിലെ അവലോകനം. മലയോര മേഖലയായ ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസുകളുടെ പിൻബലത്തിലാണ് ഇടതു വലതു മുന്നണികളുടെ ബലപരീക്ഷണം. മലയോര മേഖല ഉൾപ്പെടുന്ന ജില്ലയിൽ തോട്ടം തൊഴിലാളികളാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത്. റബ്ബർ, ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകളാൽ സമ്പന്നമായ ജില്ലയിൽ കർഷകരാണ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ. അതുകൊണ്ട് കാർഷിക വിളകളുടെ വിലയിടിവും കർഷകക്ഷേമ പരിപാടികളും വിധിയെഴുത്തിൽ നിർണായകമാണ്. തോട്ടം മേഖലയിലെ കർമ്മ പദ്ധതികളും തൊഴിലാളി ക്ഷേമ പദ്ധതികളും തിരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കും. ഹൈന്ദവ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ജില്ലയിൽ ക്രൈസ്തവരും ശക്തമായ വോട്ട് ബാങ്കാണ്. 48% ഹൈന്ദവർ. ക്രൈസ്തവർ 43% വരും. 7.5% വരുന്ന മുസ്ലിങ്ങളും ജില്ലയിൽ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ശക്തിയാണ്. ഹൈന്ദവരിൽ ഈഴവ സമുദായത്തിനാണ് മേൽക്കൈ. പട്ടികവർഗ വിഭാഗങ്ങളും ജില്ലയിൽ ശക്തമായ സാന്നിധ്യമാണ്. ജില്ലയിൽ ശക്തരായ കോൺഗ്രസ് വിജയമുറപ്പിക്കാൻ ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഇടുക്കി സീറ്റ് ഏറ്റെടുത്ത പോരാട്ട സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കത്തോലിക്ക സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള ജില്ലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വോട്ട് ബാങ്കാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങളാണ് ജില്ലയുടെ പരിധിയിൽ വരുന്നത്. തോട്ടം മേഖലയിലെ തമിഴ് തൊഴിലാളികൾ ദേവികുളം, പീരുമേട് എന്നീ മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ്. അണ്ണാ DMK സ്ഥാനാർത്ഥികൾ ദേവികുളം മണ്ഡലത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയും മുന്നണികൾക്ക് തലവേദനയാകാറുണ്ട്. പൊതുവെ UDFന് അനുകൂല സാഹചര്യമുള്ള ജില്ലയിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5-ൽ 4 മണ്ഡലങ്ങളും LDFനൊപ്പമായിരുന്നു. തൊടുപുഴ മാത്രമാണ് UDFനൊപ്പം നിന്നത്. മണ്ഡല പുനർനിർണയം നടന്ന 2011 മുതലുള്ള ഇടുക്കി ജില്ലയുടെ വോട്ട് ചരിത്രം പരിശോധിച്ചാൽ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങൾ ഇടതിനൊപ്പമാണെന്ന് കാണാം. തൊടുപുഴ UDFന്റെ ഉറച്ച മണ്ഡലമായി തുടരുമ്പോൾ ഇടുക്കി UDFനെയും LDFനെയും വിജയിപ്പിക്കുന്നതായും കാണാം. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെ LDFനെ പിന്തുണയ്ക്കുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ UDFനെയും LDFനെയും പിന്തുണയ്ക്കാൻ ജില്ല മടിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ നിലപാടുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ജയപരാജയം നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ UDFനെ പിന്തുണച്ച ജില്ല 2014 ഇടത് സ്വതന്ത്രൻ ജോയ്സ് ജോർജിനെയാണ് ലോക്സഭയിലേക്ക് അയച്ചത്. 2024 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDF ആണ് മുന്നിലെത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലാവട്ടെ ഇക്കുറി ഇടുക്കി ജില്ലയിലും LDFന് അടിതെറ്റി. ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടമായി. 17 അംഗ ജില്ലാ പഞ്ചായത്തിൽ LDF 3 ഡിവിഷനിൽ മാത്രം ഒതുങ്ങി. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും കനത്ത തിരിച്ചടി നേരിട്ടു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലം അസംബ്ലി മണ്ഡലം തലത്തിൽ പരിശോധിച്ചാലും LDFന് പ്രതീക്ഷയ്ക്ക് വകയില്ല. ജില്ലയിലെ 5-ൽ 4 മണ്ഡലങ്ങൾ UDF പക്ഷത്തേക്ക് ചാഞ്ഞു. ഉടുമ്പൻചോല ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ UDF മുന്നിലെത്തി. ഉടുമ്പൻചോലയിൽ LDFന് ഭൂരിപക്ഷം വലിയ തോതിൽ കുറഞ്ഞു. പീരുമേടിൽ UDF ലീഡ് ഉയർത്തി. ഇടുക്കിയിൽ UDFന് വൻ കുതിപ്പ് നടത്താനായി എന്നതും ശ്രദ്ധേയമാണ്. കേരള കോൺഗ്രസിൽ തലമുറ മാറ്റമാണ് ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ സംഭവ വികാസം. 6 നൂറ്റാണ്ട് പിന്നിട്ട നിയമസഭാ പ്രവർത്തനം അവസാനിപ്പിച്ച PJ ജോസഫ് മകൻ അബു ജോൺ ജോസഫിന് വേണ്ടി മണ്ഡലമൊഴിഞ്ഞു. 1977 തുടങ്ങി ഇരു മുന്നണികളുടെയും ഭാഗമായപ്പോഴും തൊടുപുഴ PJ ജോസഫിനെ കൈവിട്ടിട്ടില്ല. CPIMനോട് ഇടഞ്ഞ ജില്ലയിലെ പ്രമുഖ നേതാവും ദേവികുളം മുൻ MLAയുമായ S രാജേന്ദ്രന്റെ കൂടുമാറ്റമാണ് ജില്ലയിലെ മറ്റൊരു രാഷ്ട്രീയ സംഭവ വികാസം. രാജേന്ദ്രൻ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് LDFന് തിരിച്ചടിയായിട്ടുണ്ട്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പരിസ്ഥിതിലോല മേഖല നിർണയവും വന്യമൃഗശല്യവും പട്ടയ വിതരണവും മൂന്നാർ കയ്യേറ്റ വിരുദ്ധ നടപടികളും ഏറ്റവും ഒടുവിൽ വിദേശ സംഭാവനാ നിയമ ഭേദഗതിയും ജില്ലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.